തിരുവനന്തപുരത്ത് നിന്നും ജീവൻ ന്യൂസ് രാത്രി വാർത്താ ബുള്ളറ്റിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആരതി തോമസ്, പാലക്കാട്. ദിനംപ്രതി ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പ്രേക്ഷകരുള്ള ജീവൻ ന്യൂസ് ദിവസവും കേൾക്കുവാൻ GM ചാനലിൽ അംഗമാകൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നത്തെ വാർത്താ ഹെഡ്ലൈൻസ്. IPC കണ്ണൂർ സെന്റർ കൺവെൻഷൻ ഫെബ്രുവരി 2 മുതൽ. തിരുവനന്തപുരം ഒവ്വാമൂല കായലിൽ കുളിക്കാനിറങ്ങിയ 3 വിദ്യാർത്ഥികൾ കയത്തിൽപ്പെട്ട് മുങ്ങിമരിച്ചു. UPF 42ാമത് വാർഷിക കൺവെൻഷൻ റിവൈവൽ 2024 ഇന്ന് ആരംഭിച്ചു. ബൈബിൾ കൺവെൻഷനും സംഗീത വിരുന്നും വയനാട്ടിൽ. കർണാടകയിലെ ബിജാപൂരിൽ ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് ജീവിക്കുന്നതിനെതിരെ ദമ്പതികളെ മർദ്ദിച്ചതായി പരാതി. KC സണ്ണിക്കുട്ടിയുടെ മകൻ ജെറാൾഡ് K. സണ്ണി നിത്യതയിൽ. വാർത്തകൾ വിശദമായി. കരുവഞ്ചാൽ IPC കണ്ണൂർ സെന്റർ കൺവെൻഷൻ ഫെബ്രുവരി 2 മുതൽ 4 വരെ കരുവഞ്ചാൽ നടുപ്പറമ്പിൽ കൺവെൻഷൻ സെന്ററിൽ കല്ലോടി നടക്കും. സെന്റർ ശുശ്രൂഷകൻ പാസ്റ്റർ MJ ഡൊമിനിക് ഉദ്ഘാടനം നിർവഹിക്കും. പാസ്റ്റർമാരായ സാം മാത്യു, പ്രിൻസ് റാന്നി, രാജു അനിക്കാട്, തോമസ് മാത്യു ചാരുവേലി, വർക്കി എബ്രഹാം, കാച്ചാണത്ത്, ഷീലാദാസ് എന്നിവർ വിവിധ സെക്ഷനുകൾ പ്രസംഗിക്കും. വൈകിട്ട് 6 മണി മുതൽ പൊതുയോഗമുണ്ടായിരിക്കും. ഫെബ്രുവരി 3 രാവിലെ 10 മുതൽ 12 വരെ വുമൻസ് ഫെലോഷിപ്പ് സമ്മേളനം, ഉച്ചയ്ക്ക് 3 മുതൽ 5 വരെ PA സൺഡേ സ്കൂൾ സംയുക്ത വാർഷിക സമ്മേളനങ്ങൾ എന്നിവയും നടക്കും. ഞായറാഴ്ച രാവിലെ 9:30 മുതൽ ആരംഭിക്കുന്ന സംയുക്ത ആരാധനയോടെ കൺവെൻഷൻ സമാപിക്കും. പാസ്റ്റർമാരായ TB റെജി, PJ ജോസ്, ജോർജ് തോമസ്, ജോൺ വി ജേക്കബ് എന്നിവർ നേതൃത്വം നൽകും. ബ്രദർ തോമസ് ജേക്കബ് പബ്ലിസിറ്റി കൺവീനറായി സേവനം ചെയ്യുന്നു. തിരുവനന്തപുരം വിഴിഞ്ഞം ഒവ്വാമൂല കായലിൽ 3 യുവാക്കൾ മുങ്ങി മരിച്ചു. വിഴിഞ്ഞം ക്രൈസ്റ്റ് നഗർ കോളേജിലെ വിദ്യാർത്ഥികളായ മണക്കാട് സ്വദേശി മുകുന്ദൻ ഉണ്ണി 19 വയസ്സ്, വിഴിഞ്ഞം സ്വദേശി ലിബിനോ 19, വെട്ടുകാട് സ്വദേശി ഫെർഡിനാൻഡ് 19 വയസ്സ് എന്നിവരാണ് മരിച്ചത്. വൈകിട്ട് 3 മണിയോടെയാണ് അപകടം നടന്നത്. അവധി ആഘോഷിക്കാനെത്തിയ സുഹൃത്തുക്കളായ 4 സംഘമാണ് ഇവിടെ കുളിക്കാനിറങ്ങിയത്. ഒരാൾ രക്ഷപ്പെട്ടു. ബാക്കി 3 പേരുടെ മൃതദേഹം കണ്ടെത്തി. കായലിൽ മണലെടുത്ത ഭാഗത്തെ കയത്തിൽപ്പെട്ടാണ് അപകടമുണ്ടായത്. ആളുകൾ സ്ഥിരമായി കുളിക്കാൻ വരുന്ന സ്ഥലമാണെന്നും ഇതുവരെയും ഇത്തരം അപകടങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ പോലീസ് സംഭവ സ്ഥലത്തെത്തുകയും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. വയനാട് പനമരം ബൈയുല മിനിസ്ട്രീസ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ബൈബിൾ കൺവെൻഷനും സംഗീത വിരുന്നും ഫെബ്രുവരി 2, 3 ദിവസങ്ങളിൽ വൈകിട്ട് 6 മുതൽ 9 മണി വരെ പനമരം ടൗണിൽ പ്രത്യേകം തയ്യാർ ചെയ്യുന്ന പന്തലിൽ നടക്കും. പാസ്റ്റർമാരായ KK മാത്യു, ഷമീർ കൊല്ലം എന്നിവർ പ്രഭാഷണം നടത്തും. മലബാർ ഗോസ്ബൽ മെലഡി ഗാന ശുശ്രൂഷ നിർവഹിക്കും. പാസ്റ്റർമാരായ ശശി പോൾ, ശരത് കുമാർ എന്നിവർ നേതൃത്വം നൽകും. കുന്നംകുളം 1982 മുതൽ കുന്നംകുളത്തും പരിസര പ്രദേശങ്ങളിലും ഉള്ള പെന്തക്കോസ്ത് സഭകളുടെ ഐക്യവേദിയായ യുണൈറ്റഡ് പെന്തക്കോസ്ത് ഫെലോഷിപ്പ് വിവിധ നിലകളിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. UPFന്റെ 42ാമത് വാർഷിക കൺവെൻഷൻ റിവൈവൽ 2024 ഇന്ന് ആരംഭിച്ചു. 28 ഞായറാഴ്ച സമാപിക്കും. കുന്നംകുളം വടക്കേഞ്ചേരി റോഡിലുള്ള സുവാർത്ത നഗറിൽ വെച്ച് നടക്കുന്ന കൺവെൻഷൻ UPF ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ ലിബിനി ചുമാർ ഉദ്ഘാടനം ചെയ്തു. ദിവസവും വൈകിട്ട് 6 നടക്കുന്ന പൊതുയോഗങ്ങളിൽ പാസ്റ്റർമാരായ അജി ആന്റണി, റജി ചേക്കുളം, അനീഷ് ഏലപ്പാറ എന്നിവർ പ്രസംഗിക്കും. ശനി രാവിലെ 10:30 നടക്കുന്ന സഹോദരി സമ്മേളനത്തിൽ സിസ്റ്റർ റീജ ബിജു സന്ദേശം നൽകുന്നു. ഞായർ രാവിലെ 9:30 നടക്കുന്ന സംയുക്ത സഭായോഗത്തിൽ UPF മുൻ പ്രസിഡന്റ് പാസ്റ്റർ ദാനിയൽ അയ്യൂർ മുഖ്യ സന്ദേശം നൽകും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ 13ാമത് മെഗാ ബൈബിൾ കിസ് വിജയികൾക്കുള്ള സമ്മാന വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. UPF കൊയർ ഗാനങ്ങൾ ആലപിക്കും. പാസ്റ്റർമാരായ സന്തോഷ് മാത്യു, KK കുര്യാക്കോസ്, ബ്രദർ ഷിജു പനക്കൽ, ബ്രദർ PR ഡെന്നി, ബ്രദർ ടിജിൻ ജോൺ എന്നിവർ നേതൃത്വം നൽകും. കർണാടകയിലെ ബിജാപൂരിൽ ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് ജീവിക്കുന്നതിനെതിരെ ദമ്പതികളെ മർദ്ദിച്ചതായി പരാതി. കർണാടകയിലെ ബിജാപൂരിൽ നിന്നുള്ള ക്രിസ്ത്യൻ ദമ്പതികളെ തങ്ങളുടെ വിശ്വാസത്തിന്റെ പേരിൽ ഒരു സംഘം ആളുകൾ മർദ്ദിച്ചു. വിശ്വാസത്തിൽ തുടർന്നാൽ കൂടുതൽ ആക്രമണം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. മർദ്ദനമേറ്റ വിജയലക്ഷ്മിയും ഭർത്താവ് അശോക് ചവാനും പരാതി നൽകാൻ പ്രാദേശിക കോടതിയെ സമീപിച്ചതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ IPC സെക്ഷൻ 143, 147, 509, 323, 504, 506, 149 എന്നിവ പ്രകാരം കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രഥമ വിവര റിപ്പോർട്ട് FIR രജിസ്റ്റർ ചെയ്തു. ഭരണഘടനയനുസരിച്ച് ക്രിസ്തുമതം ആചരിക്കാൻ തനിക്ക് അവകാശമുണ്ടെന്ന് വിജയലക്ഷ്മി പരാതിയിൽ പറഞ്ഞിരുന്നു. വിജയലക്ഷ്മി പറയുന്നതിനനുസരിച്ച് ഒരു കൂട്ടം പുരുഷന്മാരിൽ നിന്ന് താൻ പീഡനം നേരിടുന്നു. അധിക്ഷേപകരമായ കമന്റുകൾ തന്റെയും കുടുംബത്തിന്റെയും ജീവിതം നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. കൂടാതെ തന്റെ ഭക്ഷ്യസുരക്ഷാ കാർഡും ആധാർ കാർഡും നശിപ്പിക്കുമെന്നും സർക്കാർ രേഖകൾ റദ്ദാക്കി ജോലിയിൽ നിന്ന് പുറത്താക്കുമെന്നും ആളുകൾ ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. പരാതിയെ തുടർന്ന് രവി ദാരപ്പ ലമാനി, സുരേഷ് ശിവപ്പ ലമാനി, രാജശേഖർ ലമാനി, പുനീത് ലമാനി, പരശു രത്നപ്പ ലമാനി, ധനസിംഗ് ലമാനി എന്നിവരെ പ്രതിയാക്കി പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്.
നിർബന്ധിത മതപരിവർത്തനമെന്ന് പ്രാദേശികമായി ആരോപിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് വിജയലക്ഷ്മിക്കും അവരുടെ ഭർത്താവിനു നേരെ ആക്രമണം നടന്നത്. പ്രാദേശികമായും കർണാടകയിലുടനീളമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അവർക്കെതിരെ പ്രചാരണം നടത്തി ഒരു അംഗീകൃത സോഷ്യൽ ഹെൽത്ത് ആശാവർക്കറായ വിജയലക്ഷ്മി വീട് വിടാതെ കയറിയിറങ്ങി അടിസ്ഥാന ആരോഗ്യ സംരക്ഷണങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന സർക്കാർ അംഗീകൃത കമ്മ്യൂണിറ്റി തലത്തിലുള്ള ആരോഗ്യ പ്രവർത്തകയാണ്. ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ സോളിഡാരിറ്റി വേൾഡ് വൈഡ് CSW എന്ന സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ഒരു ക്രിസ്ത്യൻ സ്ത്രീ അവരുടെ വീടുകളിൽ കയറുന്നതിനെ ചില ഗ്രാമീണർ എതിർക്കുകയും അവളുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുകയും അവളെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുകയും ചെയ്തു. നിർബന്ധിത മതപരിവർത്തന ആരോപണത്തെ തുടർന്നാണ് ഉപ്പളദിനി പ്രദേശത്തെ മറ്റ് ക്രിസ്ത്യാനികൾ ബസവന ബാഗേവാടി മുനിസിപ്പൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ചവാനും ഭാര്യയും പോയ അതേ പള്ളിയിൽ പോയിരുന്ന ഉപ്പളദിനിയിലെ മറ്റു 3 ക്രിസ്ത്യൻ കുടുംബങ്ങളും ഈ മാസം പീഡനം നേരിടുന്നു. ജനുവരി 3-ന് ഈ കുടുംബങ്ങൾക്ക് വൈദ്യുതിയും ജലവിതരണവും വിച്ഛേദിക്കാൻ കമ്മ്യൂണിറ്റി മേധാവി പ്രാദേശിക യൂട്ടിലിറ്റി സേവന ദാതാക്കൾക്ക് നിർദ്ദേശം നൽകി. അവർ യേശുവിനെ പിന്തുടരുന്നത് തുടർന്നാൽ കൊല്ലുമെന്ന് പരസ്യമായി മുന്നറിയിപ്പ് നൽകി. വിശ്വാസങ്ങളുടെ പേരിൽ വേർതിരിക്കപ്പെടുകയും ഉപദ്രവിക്കുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന ഉൽപ്പന്നദിനിയിലെ ക്രിസ്ത്യാനികൾ ആശങ്കാകുലരാണ്. കോട്ടയം ചർച്ച് ഓഫ് ഗോഡ് കേരള റീജിയൻ മുൻ ഓവർസിയറും വേൾഡ് മിഷൻ മിഷണറി എക്സിക്യൂട്ടീവുമായ റവർ KC സണ്ണിക്കുട്ടിയുടെ മകൻ ജെറാൾഡ് K. സണ്ണി 38 ഇന്നലെ രാത്രി ഹൃദയാഘാതത്തെ തുടർന്ന് നിത്യതയിൽ ചേർക്കപ്പെട്ടു. സംസ്കാരം ചൊവ്വാഴ്ച ആഞ്ഞിലിത്താനത്ത് നടക്കും. ഭാര്യ ദിവ്യ ജെറാൾഡ്, മക്കൾ ആൻ ജെറാൾഡ് സണ്ണി, ഏഞ്ചൽ ജെറാൾഡ് സണ്ണി. വാർത്തകൾ ചുരുക്കത്തിൽ. IPC കണ്ണൂർ സെന്റർ കൺവെൻഷൻ ഫെബ്രുവരി 2 മുതൽ. തിരുവനന്തപുരം വവ്വാമൂല കായലിൽ കുളിക്കാനിറങ്ങിയ 3 വിദ്യാർത്ഥികൾ കയത്തിൽപ്പെട്ട് മുങ്ങി മരിച്ചു. UPF 42ാമത് വാർഷിക കൺവെൻഷൻ റിവൈവൽ 2024 ഇന്ന് ആരംഭിച്ചു. ബൈബിൾ കൺവെൻഷനും സംഗീത വിരുന്നും വയനാട്ടിൽ. കർണാടകയിലെ ബിജാപൂരിൽ ക്രിസ്ത്യ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നതിനെതിരെ ദമ്പതികളെ മർദ്ദിച്ചതായി പരാതി. KC സണ്ണിക്കുട്ടിയുടെ മകൻ ജെറാൾഡ് K. സണ്ണി നിത്യതയിൽ. ഇന്നത്തെ രാത്രി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി ഞങ്ങൾ വീണ്ടും വരും. നന്ദി.